സോ ഈ ഫ്രീക്വൻസി അഥവാ മൈൻഡ് സെറ്റ് എന്ന് നമുക്ക് പറയാം. ഇത് ബേസിക്കലി കൺസിസ്റ്റ് ചെയ്യുന്നത് ഒരു 7 കാര്യങ്ങളാണ്. നമ്മുടെ ബിലീഫ്സ്, നമ്മൾ കൊടുക്കുന്ന കാര്യത്തിൻ്റെ ഉള്ള അറ്റൻഷൻ, ഐഡൻറ്റിറ്റി, നമ്മുടെ ഇമോഷണലി ചാർജ് തോട്ട്സ്, പെർസ്പെക്റ്റീവ്, എക്സ്പെക്ടേഷൻ, നമ്മുടെ വിശ്വാസം, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫ്രീക്വൻസി അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് കൺസിസ്റ്റ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട 2 ചോദ്യങ്ങളാണ്. ആദ്യം തന്നെ നമ്മൾ എങ്ങനെയാണ് ഈ ലോകത്തിനെ കാണുന്നത്, അതല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പെർട്ടിക്കുലർ കാര്യത്തിന് നമ്മൾ എന്ത് പെർസ്പെക്റ്റീവാണ് കൊടുക്കുന്നത്. അതും കൂടാനിട്ട് നമ്മളെ എങ്ങനെയാണ് കാണുന്നത് എന്നാണ് നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ. സോ ബേസിക്കലി ഇപ്പോൾ ഒരു ആഗ്രഹം നേടിയെടുത്ത ഒരാൾ എന്ന് പറയുന്നത് ഒരിക്കലും അവരുടെ ആഗ്രഹത്തിന് ഭയങ്കരമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് പ്ലേസ് ചെയ്യില്ല. അവർ അതിനെ വളരെയധികം നോർമലായിട്ടായിരിക്കും കാണുന്നത്. ബിക്കോസ് ഒന്ന് ആലോചിച്ച് നോക്കും, ഇപ്പോൾ മണിയുള്ള ആൾ അല്ലെങ്കിൽ പീസ് ഉള്ള ഒരു മനുഷ്യൻ, അവർക്ക് അറിയാം അത് അവർക്ക് ലഭിക്കും, അല്ലെങ്കിൽ അത് ഓൾറെഡി അവരുടേതാണ്. സോ അവരത് വളരെ നോർമലായിട്ടായിരിക്കും കാണുന്നത്, അല്ലാതെ ഭയങ്കരമായ ഇമ്പോർട്ടൻസ് അതിന് പ്ലേസ് ചെയ്യില്ല. അതിനെല്ലാം ഉപരി ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, പൊതുവെ നമുക്ക് മാനിഫെസ്റ്റേഷനെ പറ്റിയുള്ള ഒരു വിശ്വാസം എങ്ങനെയാണ്. ചില ആൾക്കാരുണ്ട്, അവരിപ്പോൾ അതിനെ ഭയങ്കര ഹാർഡാണ്, ടഫാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ. അപ്പോൾ നമ്മൾ മാനിഫെസ്റ്റേഷൻ അങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തെ നമ്മൾ ഭയങ്കര ഹാർഡായിട്ട് കാണും. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മാനിഫെസ്റ്റേഷൻ വളരെ ഈസിയാണ് ആക്ച്വലി. പക്ഷേ ഇതിനെ ഹാർഡാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മൾ ഓവറായിട്ട് കൺസ്യൂം ചെയ്യുമ്പോഴാണ്. ഓവറായിട്ട് കൺസ്യൂം ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് വിശ്വാസം ഭയങ്കരമായിട്ട് കുറയും. നമ്മൾ വിചാരിക്കും ഓക്കെ, കുറച്ചും കൂടെ അറിവ് കിട്ടിയാൽ എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ, നമ്മുടെ വിശ്വാസം അവിടെ കുറയുവാണ്. നമ്മൾ ഭയങ്കരമായിട്ട് ഡബിൾ ചെക്ക് ചെയ്യും. പിന്നെന്താ, പൊതുവെ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകും, നമ്മൾ ആകെ സ്റ്റക്കാവും, ഒന്നും ചെയ്യാത്തൊരവസ്ഥയിലെത്തും. അഥവാ നമ്മൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ തന്നെ വിശ്വാസം ഇല്ലാതെ നമ്മൾ വെറുതെ പേരിന് വേണ്ടി ചെയ്യുന്നത് പോലെ ആവും. അവിടെയാണ് ബിഗിനേഴ്സ് ലക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത്. ബേസിക്കലി അത് ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഭയങ്കര ബിഗിനറിൻ്റെ ഒരു മൈൻഡ് ആലോചിക്കുക. ബേസിക്കലി ഇപ്പോൾ അവർക്ക് ലിമിറ്റേഷൻസ് ഇല്ല, അവരെന്ത് പോസിബിളാണ് ഇമ്പോസിബിൾ ആണെന്നുള്ള ഐഡിയ അവർക്കില്ല. എന്താണ് വർക്കിംഗ് അതൊന്നും അവർക്കറിയില്ല. ദേ ആർ ജസ്റ്റ് ഡൂയിങ്. അവർക്കൊരു കുറച്ച് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അതിനെ പറ്റിയുണ്ടോ. ആ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വെച്ച് അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ വിശ്വാസമാണ്, കൺവിക്ഷൻ. അതിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. കുറച്ച് കാര്യങ്ങൾ അറിയായിരിക്കും, ബാക്കിയെല്ലാം വിശ്വാസത്തിലാണ്. ദ ബെസ്റ്റ് കാര്യം മാനിഫെസ്റ്റേഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് കൺവിക്ഷനാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കും, ഇപ്പോൾ മാനിഫെസ്റ്റേഷനെ പറ്റി ഒന്നും അറിയാത്ത ആൾക്കാർ പോലും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫ്. അതെന്തുകൊണ്ടാണ്? അവർക്ക് ആ കൺവിക്ഷനും ആ ഇമോഷണലി ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷണൽ ചാർജ്, ആ ഒരു ആഗ്രഹത്തെ പറ്റി അവരുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവർക്കത് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഒന്ന്, നമുക്ക് കടുത്ത ഒരു കൺവിക്ഷൻ ഉണ്ടാവണം. അത് കൂടാനിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും വലിയ ടെക്നിക്ക് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളാണ്. പൊതുവെ ആൾക്കാർക്ക് പറ്റുന്ന ഒരു തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെപ്പോഴും എക്സ്റ്റേണൽ കാര്യത്തിന് പവർ കൊടുക്കും. ഓക്കെ, ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹം ലഭിക്കും, അല്ലെങ്കിൽ ഇതും കൂടെ പഠിച്ച ആഗ്രഹം ലഭിക്കും. അങ്ങനെയല്ല. ശരിയാണ്, ഇതിനൊക്കെ അതിൻ്റേതായിട്ടുള്ളൊരു പ്രയോറിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് ഇൻ ദി എൻഡ് നമ്മളാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എത്രത്തോളം നമ്മളിൽ നിന്ന് ആ ഫോക്കസ് ഡിഫ്ലക്റ്റ് ചെയ്ത് മറ്റുള്ള കാര്യത്തിന് കൊടുക്കുന്നോ അത്രയും പവർ അവിടെ റെഡ്യൂസ് ആവുകയാണ്. പിന്നെ അത് മാത്രമല്ല, മാനിഫെസ്റ്റേഷൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ആസ്പെക്റ്റ് ആണ് അതോറിറ്റി. ഇപ്പോൾ നമ്മൾ മറ്റൊരു കാര്യത്തിന് ഒരു ഡിപ്പെൻഡൻസി, അല്ലെങ്കിൽ അത് ചെയ്താൽ കിട്ടും എന്ന് പറയുമ്പോൾ അവിടെ ഒരു അതോറിറ്റി ഇല്ല. നമ്മൾ ആ കാര്യത്തിനൊരു അതോറിറ്റി കൊടുക്കുവാണ്, അതിനൊരു പവർ കൊടുക്കുവാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ് നമ്മൾ ആ ഒരു കാര്യത്തിൽ. അങ്ങനെയല്ല വരേണ്ടത്. അത് നമ്മുടെ മാനിഫെസ്റ്റേഷൻ്റെ എഫിഷ്യൻസി എപ്പോഴും റെഡ്യൂസ് ചെയ്യും. നമുക്ക് ആ ഒരു അതോറിറ്റി ഉണ്ടാവണം. നമ്മളാണ് ആക്ച്വലി ഇൻ കൺട്രോൾ. നമ്മളാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടെക്നിക്ക് എന്ന് മനസ്സിലാക്കണം. അതിനിപ്പോൾ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് സിമ്പിളാണ്. ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷണൽ ചാർജ്, പോസിറ്റീവ് ഇമോഷണൽ ചാർജ് നമ്മുടെ ഉള്ളിൽ കൾട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ സിമ്പിൾ. ബേസിക്കലി നമ്മൾ ഒരു റിലാക്സ്ഡ് ആവുക, ഒരു 15 to 20 minutes റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. അതിനുശേഷം നമ്മളൊരു 5 to 10 seconds നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഒരാൾ നമ്മളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നത് ഒന്ന് മൈൻഡിൽ വിഷ്വലൈസ് ചെയ്യുക. വളരെ ഷോർട്ടായിരിക്കുക. അവരെന്തെങ്കിലും ഒരു ലൈൻ പറയുകയാണ്, ഓക്കെ യു ഡിഡ് സോ വെൽ, അങ്ങനെ എന്തെങ്കിലും വളരെ നാച്ചുറൽ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി വെരി റിയൽ. അല്ലാതെ വെറുതെ നമ്മൾ ഭയങ്കര ഡെല്യൂഷണൽ ആയിട്ടുള്ള കൈൻഡ് ഓഫ് ഒരു സംഭവമല്ല ആലോചിക്കേണ്ട, വളരെ നാച്ചുറൽ ആയിട്ടുള്ളത്. അത് ആലോചിക്കുക. ആ സീൻ എത്രമാത്രം നമുക്ക് ലൂപ്പ് ചെയ്യാൻ പറ്റുമോ നമ്മുടെ മൈൻഡിൽ ലൂപ്പ് ചെയ്യുക. അതിൽ നിന്ന് കിട്ടാവുന്ന പോസിറ്റീവ് ചാർജ് മാക്സിമം എടുക്കുക. പിന്നെ ത്രൂ ഔട്ട് ദ ഡേ നമ്മൾ ഒരു ലൈൻ, ഒരു സിമ്പിൾ ലൈൻ ആ ഒരു വിഷ്വലൈസേഷനായിട്ട് കണക്ട് ചെയ്ത് നമ്മളടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തൊരു കാര്യം നമ്മൾ ചെയ്യുവാണെങ്കിലും
ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. പിന്നെ ഇടയ്ക്ക് നമ്മൾ മറന്നു എന്നും വെച്ചിട്ട് നമ്മുടെ മാനിഫെസ്റ്റേഷൻ പണി പാളി എന്നൊന്നുമില്ല. നമ്മൾ ഓർക്കുമ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിലുള്ളത് കൺവിക്ഷൻ ആണ്. ഇപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മൾ ഡെയിലി ആ കൺവിക്ഷൻ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും ഒരു ഫൺ ഉണ്ടാവുക മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ. ബേസിക്കലി ഇപ്പോൾ ലൈക്ക് എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾക്കൊരു പാർക്കിംഗ് ലോട്ട് പോലും മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ മേ ബി ഒരു റെഡ് കാറ് ഒരു 3 എണ്ണം കാണണം അല്ലെങ്കിൽ 2 എണ്ണം കാണണം എന്നൊക്കെ നമ്മൾ കണ്ടൊരു ദിവസം ഇറങ്ങാം. അപ്പോൾ അത് കാണുമ്പോൾ നമ്മുടെ കൺവിക്ഷൻ കൂടും, ഓക്കെ ദിസ് ഇസ് വർക്കിംഗ് എന്നൊരു വിശ്വാസം നമുക്ക് വരും. അപ്പോൾ അങ്ങനെ ചെയ്താൽ you will be able to manifest efficiently. It will slowly, gradually, practically, realistically will improve your manifesting ability. Thank you.